ഗൈസ് ദൃശ്യം 3 കണ്ടിറങ്ങി, കിടിലം പടം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. ഫ്യൂച്ചറിൽ നിന്ന് ദൃശ്യം 3 കണ്ടിട്ടിരിക്കുന്ന അനന്തേഷ്, താങ്ക് യു. സോ നമ്മളിപ്പോൾ രാവിലെ 9 മണിയായി, വാച്ചെടുത്തിട്ടില്ല എങ്കിലും 9 മണിയായെന്ന് അറിയാം. കുറച്ച് ലേറ്റായി പോയി ഗൈസ്, 9:30-ക്കാണ് ഷോ. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. റെയിലാണ് ഗൈസ്. അയ്യോ ഗൈസ് ഗരുഡാമാളിൽ ഇല്ല ഗൈസ്. ഗരുഡാമാളിൽ 5 പേരെ ബുക്ക് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഷോ നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇനോക്സിൽ പോവാം. അയ്യോ വീണ്ടും കുതിര വണ്ടി. ഗൈസ് വന്നു ഗൈസ്, നമുക്ക് പോവാം. ഗൈസ് ഇതുവഴിയാണ് ഇനോക്സ് മാളൊന്നും തുറന്നില്ല, തിയേറ്റർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അത് നമ്മൾ താഴെ കൂടെ പോയിട്ട് എലിവേറ്ററിൽ കൂടെ കയറണം. എന്താണ് എക്സ്പെക്ടേഷൻ? അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മോഹൻലാൽ ഫാൻ. മമ്മൂട്ടിയുടെ ഏത് സിനിമ വന്നാലും അവ ഊക്കുന്നത്. ഇല്ലല്ല, അവൻ തിരിഞ്ഞു നോക്കുന്നില്ല ഗൈസ്. ഇത് എങ്ങോട്ടാണ് അത്? ബാക്കിൽ തന്നെ ഇരിക്കണം കേട്ടോ ഗൈസ്. ഇതുവഴിയാണ് നമ്മൾ മേളിലോട്ട് വന്നത്. 3rd ഫ്ലോറിലാണ് തിയേറ്റർ. പിന്നെ നമ്മുടെ സുധീഷും കൂടി ഉണ്ട് ആണോ കേട്ടോ ഗൈസ്. ഇതെല്ലാം ഞാൻ വീഡിയോയിൽ ഇടാൻ കേട്ടോ. ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഊക്കണം കേട്ടോ അവനെ. ഇത് ഇൻട്രോ ഇട്ട് ഇവനെ ഇട്ടേക്ക്. എടാ 4 പേർക്കുള്ളത് ബുക്ക് ചെയ്തതാ. ഇവിടെ ബുക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. ആക്ച്വലി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് സാധാരണ വരാറ് ഗൈസ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കാറുണ്ട് വർക്കിംഗ് ഡേ അല്ല. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ആരും അങ്ങനെ ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ നേരം. ഇതാണ് ഗൈസ്. തിയേറ്റർ ഒരു ചെറിയ തിയേറ്ററാണ് ആക്ച്വലി, ബട്ട് കൊള്ളാം. അത് റെഡിയാ. ഇവിടെയും സെലക്ട് ചെയ്യാം ഗൈസ്. ഈ സ്ക്രീനിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. തിയേറ്ററിൽ വന്നു ഗൈസ്. എൻ്റെ റിസീവർ അവിടെ മേടിച്ചു വെച്ചു ഗൈസ്. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ മൈക്ക് അവന്മാർ തന്നു. ഓ അതാണ് ഗൈസ്, നമ്മളത്രയും ചീപ്പ് പരിപാടിയില്ല. ഓക്കെ ഓക്കെ, സിനിമ കണ്ടിട്ട് വരാം ഗൈസ്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് വരാം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഒരു തണുത്ത ഫസ്റ്റ് ഹാഫാണ്. നമുക്ക് നോക്കാം. ഒരു എന്താ പറയുക, ഒരു ബിൽഡപ്പാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവെല് നല്ല രീതിയിൽ നിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുധീഷിന്റെ കഴിവാണ് സത്യം. സുധീഷിന്റെ ഒരു കാര്യമുണ്ട്, ഞാൻ പറയുന്നില്ല. ഇത് നമ്മുടെ ശ്രീമോൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നു. നമ്മളങ്ങനെ സിനിമ കണ്ട് ഇറങ്ങി. കിടിലം പടം. പക്ഷെ ദൃശ്യം 2-ന്റെ അത്രയും അത് മമ്മൂട്ടി ഫാനാണ്. അത് മമ്മൂട്ടി ഫാനാണ്. പക്ഷെ കിടിലം പടമാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. കിടിലം പടം. തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ ബെസ്റ്റ് പടം. നിങ്ങൾക്ക് പോവുക. ദൃശ്യം 2 പോലൊരു കിടിലൊരു ട്വിസ്റ്റും ടേൺസും ഇല്ല, ബട്ട് നമുക്ക് അവസാനം നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റും. അവന്മാര് കഥയല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും വരത്തില്ല, നിങ്ങൾ ഡയറക്റ്റ് പോയി കാണുക. നമ്മൾ ഇവിടെ ട്വിസ്റ്റും ടേണും ഒന്നും പറയുന്നില്ല. കിടിലം പടമാണ്, പോയി കാണുക. വെർത്തിട്ടാണ്. സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഫുഡ് കഴിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് കൈരളിയിലാണ്. നമ്മുടെ മൈസൂരിലെ എല്ലാവർക്കും അറിയാം, ഇവിടെ സബർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കൈരളി ഹോട്ടൽ. ഇവിടെ ഫുഡ് കഴിക്കാൻ ഗൈസ് ആണ് ഗൈസ്. കൈരളി ഹോട്ടൽ. മഹാരാജാസ് വേറെയാണ്, അതപ്പുറത്ത്. ഇത് കൈരളി ഹോട്ടൽ. കീഴിലും ഞങ്ങൾ 3 പേരും ബിരിയാണി ഓർഡർ ചെയ്ത്. ഈ പുള്ളി മീനും കൂട്ടിയ ഊണ്. നടക്കട്ടെ. കിടിലൻ ബിരിയാണി. ഇവിടുത്തെ ബിരിയാണിയാണെന്ന് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്.
ഫുഡ് കഴിച്ചിറങ്ങി. നല്ല ഫുഡായിരുന്നു. സിനിമ അത്യാവശ്യം കിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് വീട്ടിൽ പോകാം. എനിക്ക് ബി ഷിഫ്റ്റ് പോകണം. അങ്ങനെ വന്നു ഞാൻ എനിക്ക് പോകണം. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കഥയുടെ ഒരു റിവ്യൂ പറഞ്ഞാൽ, ആക്ച്വലി ഈ സിനിമ നിങ്ങളിപ്പോൾ ഒരു 9:30 ആയപ്പോഴായിരുന്നു തിയേറ്ററിൽ കയറിയത്. 9:45 സിനിമ തുടങ്ങി. സോ ആക്ച്വലി അവിടുന്ന് ഫസ്റ്റ് ഹാഫ് വരെ ഇത് ഈ സ്റ്റഡി ആയിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ, ഒരുപാട് അനക്കമൊന്നുമില്ല. കഥ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വന്ന് സെക്കൻഡ് ഹാഫ് ഈ പുഴയ്ക്ക് അനക്കം തട്ടി തുടങ്ങും. എന്താണെന്ന് വെച്ചാൽ ഇത് ഇളകാൻ തുടങ്ങും. ഇളകി ഇത് അവസാനത്തെ ഒരു അരമണിക്കൂർ, നമ്മുടെ ഇത് ദൃശ്യം 2 കണ്ട പോലെ അവസാനത്തെ ഒരു അരമുക്കാൽ മണിക്കൂർ ഇതൊരു വെള്ളച്ചാട്ടമായിട്ട് മാറും. അമ്മാതിരി സീക്വൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത് ആക്ച്വലി എന്താ പറയുക, ഇത് ദൃശ്യം 2 പോലെ സസ്പെൻസ് ഉണ്ട്, സസ്പെൻസ് ഇല്ലെന്ന് പറയുന്നില്ല, സസ്പെൻസ് ഉണ്ട്. ബട്ട് കുറച്ചുകൂടി ഇമോഷണലായിട്ട് നമുക്ക് അറ്റാച്ച്ഡ് ആവും. കുറച്ചുകൂടി ഇമോഷണലായിട്ട് നമ്മളെ ടച്ച് ചെയ്യാനതിന് പറ്റും. സോ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഇത് ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോൾ അറിയാൻ പറ്റുമെന്ന ഒരു പേടി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് തന്നെ പോയി കണ്ടത്. ഫസ്റ്റ് ഇവിടെ മൈസൂരിൽ 8 മണിക്ക് ഷോ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ 9:30-ക്കുള്ള ഷോയിലാണ് പോയത്. സോ സ്പോയിലേഴ്സ് ഒന്നും ഇല്ലാതെ കാണാൻ പറ്റുവാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും ഗൈസ്. അതുകൊണ്ട് ഗോ ആൻഡ് വാച്ച് ഇറ്റ്. നേരിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഫാമിലിയൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. സോ എക്സ്പീരിയൻസ് ഇറ്റ് യുവർ സെൽഫ്. സോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഈ വ്ളോഗ് ചെറിയ വ്ളോഗാണ്. കാരണം ഞാൻ ഇത് വ്ളോഗ് ചെയ്യണമെന്ന് കരുതിയതല്ല, സിനിമ പോയി കാണണമെന്ന് കരുതിയതാണ്. അങ്ങനെ അപ്പോൾ ഞാൻ കരുതിയെങ്കിൽ വ്ളോഗ് ആക്കാമെന്ന്, ഫസ്റ്റ് ഡേ പോയി കാണുന്നതിൽ. അങ്ങനെ സോ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.